Afternoon, children. So today we are going to learn about temperature and solubility. So we have learned about saturated solution, right? What is saturated solution? That is, we have added the maximum solute that particular solvent can dissolve, and no more solute cannot be added because it will not dissolve. So it has reached its maximum point. That is known as saturated solution. And what is solubility? Solubility is the amount, അതായത് എത്ര ഗ്രേറ്റർ നമ്പർ ഓഫ്, ഇപ്പോൾ നമ്മളിവിടെ കുറേ സൊല്യൂബിലിറ്റി നോക്കിയില്ലേ. സോ സൊല്യൂബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ വാട്ട്, ദറ്റ് ഈസ്, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സോൾവെൻറ്റിൽ കൂടുതൽ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ആവുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് സൊല്യൂബിലിറ്റി ഈസ് മോർ അല്ലേ. സോ ഹൗ ദ ടെമ്പറേച്ചർ ആൻഡ് solubility is involved. So more solute will dissolve more quickly and easily in hot water than cold water. Think about what happens to the particle when they have more energy. അല്ല, ഒരുപാട് എനർജി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് സ്പ്രെഡ് ഔട്ട് ആവും. സോ പെട്ടെന്ന് ആ ഒരു സൊല്യൂഷനിൽ എല്ലാ പാർട്ടിക്കിളിൽ എത്തുമ്പോൾ ഈസി ആയിട്ട് സൊല്യൂബിൾ ആവും. സോ ദ മോർ എനർജി പാർട്ടിക്കിൾ ഹാവ് ദേ മോർ വൈബ്രേറ്റ് ആൻഡ് മോർ. And you can dissolve a greater mass of solute in hot water in the same volume of cold water. ഇപ്പോൾ ഒരു 100 centimeter cube of cold waterും 100 centimeter cube of hot water ഉണ്ടെങ്കിൽ ഹോട്ട് വാട്ടറിൽ നമുക്ക് കൂടുതൽ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ആഡ് ചെയ്യാം. ആൻഡ് അല്ലെങ്കിൽ വേഗം അത് സൊല്യൂബിൾ ആവും. ഇപ്പോൾ നമ്മളൊരു 1 spoon ഓഫ് ഷുഗർ രണ്ടിലും ആഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഡിസോൾവ് ആവുക ഹോട്ട് വാട്ടറിലായിരിക്കും. സോ ഇറ്റ് ഈസ് ഹാവിങ് എ ഗ്രേറ്റർ solubility. So you can dissolve a greater mass of solute in hot water than in the same volume of cold water. In other words, the temperature increases, the solubility of the most solute increases. So as the temperature increases, the solubility increases. For example, if you have 100 gram of water at 20 degrees Celsius, അപ്പോൾ temperature എത്രയാണ്? Temperature is 20 degrees Celsius, and we have a solvent of 100 gram. Okay, you can dissolve 204 gram of sugar. ഇതിലോട്ട് 200 gram of sugar add ചെയ്യാണ് at what? At 20 degrees Celsius. If we have increased the temperature 80 degrees Celsius, you can dissolve 362 gram of sugar to the same 100 gram of water. Okay, as the temperature increases, we can add more solute. Thus the solubility is increasing. Okay, thus the solubility is increasing. Okay, so this is about the temperature and solubility. So comparing the solubility of different salts. So this table in the graph on the next page shows the solubility of 3 salts at the range of temperature. Look carefully at the graph and answer. So we can see that as we increase the temperature, potassium nitrate in grams per 100 grams of water, we can see that the solubility is increasing. അതായത് ടെമ്പറേച്ചർ കൂടുന്തോറും കൂടുതൽ എമൗണ്ട് ഓഫ് അത് കണ്ടോ, ആദ്യം 14 ഗ്രാംസ് ഓഫ് പൊട്ടാഷ്യമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 40 എത്തിയപ്പോൾ 63 ആയി, പിന്നെ 80 എത്തിയപ്പോൾ 168 അത്രയും ആഡ് ചെയ്യാം. സോ ആസ് ഹിയർ ഓൾസോ വി ക്യാൻ സീ ദാറ്റ് ഇവിടെ നമുക്ക് സോഡിയം ഇനീഷ്യൽ ടെമ്പറേച്ചറിൽ തന്നെ ഒരുവിധം സൊല്യൂബിലിറ്റി ഉണ്ട്. സോ ആസ് വി ഇൻക്രീസ് ടെമ്പറേച്ചർ ഓൾസോ സൊല്യൂബിലിറ്റി കൂടുന്നുണ്ട്. ആൻഡ് ഫോർ പൊട്ടാഷ്യം കോപ്പർ സൾഫേറ്റ് ഇസ് ഓൾസോ ദ സൊല്യൂബിലിറ്റി വി ക്യാൻ സീ ദാറ്റ് ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ സൊല്യൂബിലിറ്റി. ഓക്കെ, സോ ഹിയർ അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം, ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാണ്. ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ ഇസ് പ്ലോട്ടഡ് ഇൻ ദി എക്സ് ആക്സിസ് ആൻഡ് വോട്ട് ഇൻ ദ വൈ ആക്സിസ് വി ഹാവ് പ്ലോട്ടഡ് ദി മാസ് ഓഫ് സോൾട്ട് ഡിസോൾവ്. ഓക്കെ, മാസ് എത്ര ഡിസോൾവ് ആയി എന്നുള്ളത് നമ്മൾ കാണിക്കുന്നുണ്ട്. സോ നമുക്കറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ 80 ഡിഗ്രി എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ സൊല്യൂബിലിറ്റി ഉള്ളത് ആർക്കാ? പൊട്ടാഷ്യത്തിനായിരുന്നു അല്ലേ. സോ ഇങ്ങനെ ആ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് വന്നപ്പോൾ പൊട്ടാഷ്യത്തിനായിരുന്നു ഏറ്റവും സൊല്യൂബിലിറ്റി. സോഡിയത്തിന് ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിലേ സൊല്യൂബിലിറ്റി ഉണ്ട്, അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്രാഫ് പോകുന്നത് കാണാൻ പറ്റും. ആൻഡ് ദെൻ ഫോർ ദി കോപ്പർ സൾഫേറ്റ് സൊല്യൂബിലിറ്റി കുറവാണ്. Okay, so what is the general trend of solubility of all three salts? We can say that as the temperature increases, the solubility increases. What is the solubility of potassium nitrate at 45 degrees Celsius? So idana potassium nitrate in the graph. So what you have to analyze is the 45 degrees Celsius സോ ഇവിടെ ആയിരിക്കും 45 ഡിഗ്രി. സോ അതിൻ്റെ സൊല്യൂബിലിറ്റി കറക്റ്റായി കണ്ടുപിടിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് വാട്ട് ഇസ് ദ സൊല്യൂബിലിറ്റി ഓഫ് വാട്ട് ഓഫ് ദീസ് 3 salts ഇസ് മോസ്റ്റ് സൊല്യൂബിൾ അറ്റ് 10 ഡിഗ്രി സെൽഷ്യസ്. സോ 10 ഡിഗ്രി സെൽഷ്യസിൽ ഏറ്റവും കൂടുതൽ സൊല്യൂബിൾ ആരായിരുന്നു? സോ 10 ഡിഗ്രി സെൽഷ്യസിൽ കോപ്പർ സൾഫേറ്റ് ജസ്റ്റ് 10 റേഞ്ചിലേ ഉള്ളൂ, പൊട്ടാഷ്യം ആണെങ്കിൽ 20. ഫോർ വാട്ട് അബൌട്ട്
sodium. Think. So which salt is more soluble at 80? So ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ആൻസേഴ്സും എഴുതുക. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു കൻ ആസ്ക് മീ. ഓക്കെ. സോ അതർ സോൾവെൻറ്റ്സ്, ഇപ്പോൾ നമുക്ക് വാട്ടർ മാത്രമല്ല സോൾവെൻ്റ് ആയിട്ടുള്ളത്, വേറെയും കുറേ സോൾവെൻറ്റ്സ് ഉണ്ട്. ഓക്കെ. സം സബ്സ്റ്റൻസ് ദാറ്റ് ആർ ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ വിൽ ഡിസോൾവ് ഇൻ അതർ സോൾവെൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ, സം ഓഫ് types of oil paint are not soluble in water. So if you need to clean your brushes after you have used oil paint, you will need to use a solvent that the paint will dissolve in. എല്ലാ പെയിൻറ്റും ഡിസോൾവ് ആവില്ല. സോ അതിനെ ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു സോൾവെൻറ്റിനെ യൂസ് ചെയ്യണം. സച്ച് as methanol, that is methylated spirit. നെയിൽ പോളിഷ് ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ അല്ലേ? നമ്മുടെ നെയിൽ പോളിഷ് ഡിസോൾവ് ആവുമോ? ബട്ട് ഡിസോൾവ്സ് ഇൻ നെയിൽ പോളിഷ് റിമൂവർ. മോസ്റ്റ് നെയിൽ പോളിഷ് റിമൂവർ കണ്ടെയ്ൻ സോൾവെൻറ്റ് പ്രൊപ്പനോൺ. പ്രൊപ്പനോൺ ആണ് അതിലുള്ളത്, അസറ്റോൺ. ഓക്കെ. സോ ഹിയർ ഓൾസോ നെയിൽ പോളിഷ് വാട്ടറിൽ സൊല്യൂബിൾ ആവുന്ന ഒരു സൊല്യൂട്ട് അല്ല. സോ ഇറ്റ് നീഡ് എ സോൾവെൻറ്റ് നോൺ ആസ് പ്രൊപ്പനോൺ. സോ ഇതിനെയൊക്കെ നമ്മൾ എന്താ പറയുക? ഓർഗാനിക് സോൾവെൻറ്റ്സ്. ദേ ആർ ഓൾ നോൺ ആസ് വാട്ട്? ഓർഗാനിക് solvents. So I hope this is clear for you. So please if you have any doubt, please message me, children. Thank you.